യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും നല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ കെയർ ആൻഡ് ക്യൂർ ആഫ്റ്റർ ഡെലിവറി ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ കെയറിങ് കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത്, അതുപോലെ നമുക്ക് ഫിസിക്കലി കുറേ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, അതിനൊക്കെ എങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനൊരു 7 days കഴിഞ്ഞിട്ടാണ് അതായത് ഞാനൊരു 3 days കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ മോന് കുറച്ച് മഞ്ഞപ്പിത്തം അങ്ങനെ ഇൻഫെക്ഷൻ ഉള്ളത് കാരണം ഒരു 3 days കൂടുതൽ കിടന്നു. ആഫ്റ്ററാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ബേബിയുടെ കാര്യത്തിലായിരുന്നു എനിക്ക് കുറച്ച് കൂടുതൽ കെയർ ഞാൻ കൊടുത്തിരുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരെയായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പിന്നെ എൻ്റെ കെയറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു 20 days നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വലിയ രീതിയിലുള്ള ശുശ്രൂഷകൾ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഡോക്ടർ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് ചെയ്തിരുന്നത്. അതായത് മെഡിസിൻസ് കാര്യങ്ങൾ അതുപോലെ തന്നെ കറക്റ്റായിട്ട് എടുത്തിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ആയുർവേദിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. എനിക്കത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ അങ്ങനെ അറിയില്ല. ബിക്കോസ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് ഞാനൊരു എന്താ പറയുക, ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ പ്രകാരമാണ് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മുടെ പ്രഗ്നൻസിയിലെ ഫസ്റ്റത്തെ എല്ലാവരുടെയും ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെച്ച് മാർക്കിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളുടെ ബോഡി പ്രഗ്നൻസി പീരീഡിൽ ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഹോർമോണൽ ചേഞ്ചസ് ഒരുപാട് ഉണ്ടായിരിക്കും. ചിലർ നന്നായിട്ട് വണ്ണം വയ്ക്കും, ചില ആളുകൾ നന്നായിട്ട് നിറം കുറയും, അവരുടെ സ്കിൻ ടോണൊക്കെ ചേഞ്ച് ആവും. ചിലർ തടിയൊന്നും വെക്കില്ല, അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് തടിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡെലിവറിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് അങ്ങോട്ട് തടിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നല്ല മെലിഞ്ഞിട്ടുള്ളൊരവസ്ഥ അങ്ങനെയല്ല. ഞാൻ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റിൽ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് സെക്കൻഡിൽ വരരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നന്നായിട്ട് വണ്ണം വെച്ചപ്പോൾ അതെനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പുറം വേദന, ബാക്ക് പെയിന്, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തടി അധികം വെക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിനുവേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഡെലിവറിയിൽ ഞാൻ ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ വീട്ടുകാർ എന്താണോ തരുന്നത് അത് അതേപോലെ കഴിക്കുക, അവർ മാത്രം ഉപേക്ഷിക്കുക, അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചാൽ മതി. പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതിലൊരു കാര്യം. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് സ്ട്രെച്ച് മാർക്സിനെ പറ്റിയിട്ടാണ്. എനിക്ക് സ്ട്രെച്ച് മാർക്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ അതിനത്ര വലിയ ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. നമ്മളുടെ ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ നമ്മളുടെ ബോഡി വളരെയധികം എക്സ്പാൻഡ് ചെയ്യും. അതായത് നന്നായി വലിയുന്ന സമയത്ത് ഉണ്ടാകുന്ന വിള്ളലുകൾ എന്ന് വേണം ഈ സ്ട്രെച്ച് മാർക്സിനെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ബോഡി അത് വലിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ്, ഇപ്പോൾ തടിയുള്ള ഒരാൾ തടി കുറച്ച് കഴിഞ്ഞാലും അതിൽ ചില പാടുകൾ കിടക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഡെലിവറി കഴിഞ്ഞാലും ആ സ്ട്രെച്ച് മാർക്സ് മുഴുവനായിട്ട് മാറും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സ്ട്രെച്ച് മാർക്സ് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും പ്രഗ്നൻസിക്ക് ശേഷവും ഞാനൊരു ക്രീമുകളോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഓയിൽ മസാജാണ് നമ്മൾ ബോഡിക്ക് കൊടുക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രൊഫഷണൽ ബേസ് അങ്ങനെയൊക്കെ നോക്കുക, ഇപ്പോൾ മോഡലിങ്, ഫിലിം അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് അതൊക്കെ ഒരു പ്രോബ്ലം ആയിട്ട് ചിലപ്പോൾ വരിക. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറെ കാണുകയോ, ഇപ്പോൾ ഇന്ന് കുറേ ഫെസിലിറ്റീസ് അവൈലബിൾ ആണല്ലോ, ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അതൊരു ഡോക്ടറുടെ കൺസൾട്ടേഷനിൽ മാത്രം ചെയ്യുക. അല്ലാതെ നമുക്ക് എന്താ പറയുക, വീട്ടിലിരുന്നുകൊണ്ട് സ്ട്രെച്ച് മാർക്സ് കുറയ്ക്കാൻ പറ്റും എന്നൊരു ഉദാഹരണം എനിക്ക് ശരിക്കും തോന്നിയിട്ടില്ല കേട്ടോ. ഞാനത് ശ്രമിച്ചിട്ടുമില്ല. പക്ഷേ എൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ട്രെച്ച് മാർക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പാടായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. അതങ്ങനെ ഒരുപാട് കുറയ്ക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നോർമലി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം,
ഇപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ നല്ലത് നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്കത് വേണോ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കും. അപ്പോൾ നമുക്ക് വയറിൽ പാടുണ്ടെന്ന് വെച്ചിട്ട് അത് നമ്മൾ എന്താണ് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും വരുന്ന ഒരു കാര്യമില്ല. അത് നമ്മൾ തടി കുറയുമ്പോൾ സ്ട്രെച്ച് മാർക്സിൻ്റെ ആ ഒരു ഇത് കുറയും. അതായത് നമ്മൾ വണ്ണം കൂടിയ സമയത്ത് ഉണ്ടായിരുന്ന അത്രയും വണ്ണം കുറയുമ്പോൾ ഉണ്ടാവില്ല, അതങ്ങനെ കുറയും. പിന്നെ അതിൻ്റെ ആ ഒരു അത് ഫെയ്ഡായിട്ട് വരും. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കുറച്ച് ഫെയ്ഡായിട്ടൊക്കെ വരും. അപ്പോൾ സ്ട്രെച്ച് മാർക്സ് ഒന്നും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ചെറിയ രീതിയിലുള്ള സ്ട്രെച്ച് മാർക്സ് ഒക്കെ തന്നെയാണ് എനിക്കും ഉള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ തടീനെ പറ്റിയിട്ടാണ്. അപ്പോൾ പ്രഗ്നൻസി പീരീഡിലും ആഫ്റ്റർ ഡെലിവറി സമയത്തും നമ്മൾ വണ്ണം വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് പ്രോപ്പറായിട്ടൊരു ഡയറ്റിലൂടെ പോവാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് വണ്ണം വെച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോവാം. ഞാൻ ചെയ്തിരുന്നത് എനിക്ക് വണ്ണം വെക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ കോൺഷ്യസ് ആയിരുന്നില്ല. ആഫ്റ്റർ ഒരു 6 months ഒക്കെ ആയപ്പോഴാണ് അത് ഞാൻ കുറേശ്ശെ ലോസ് ചെയ്യാൻ, അതായത് അത് കുറേശ്ശെ പിന്നെ കുറഞ്ഞു. ഒന്നും ചെയ്യാതെ തന്നെ ആദ്യത്തേൽ കുറഞ്ഞു, രണ്ടാമത്തേൽ പിന്നെ എനിക്ക് അങ്ങനെ കുറയ്ക്കാൻ മാത്രം വണ്ണുണ്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ വണ്ണം കൂടുകയും ചെയ്തിരുന്നില്ല, കുറയുകയും ചെയ്തിരുന്നില്ല, അങ്ങനെ ഒരു ഇതിലായിരുന്നു. അപ്പോൾ ഇന്ന് വലിയൊരു പ്രശ്നം വണ്ണം വെക്കുക എന്ന് പറയുന്നത്, അത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ വണ്ണം വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മൾ ഈ പീരീഡിൽ ഭക്ഷണങ്ങൾ നോക്കി കഴിക്കുക, നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ അരി ഭക്ഷണം തന്നെ നമ്മൾ 3-4 നേരം കഴിക്കണം എന്നില്ല. പിന്നെ ഒരു കുട്ടി ഉണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്ട്രാ ഫുഡ് കഴിക്കുന്ന ഒരു രീതിയുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വിശപ്പിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക ഈ ഒരു പീരീഡിൽ. അത് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ ആയുർവേദ മരുന്നുകൾ കഴിച്ചിരുന്നു, അതായത് വെളുത്തുള്ളി ലേഹ്യം, പിന്നെ പൂക്കുല ലേഹ്യം, അതുപോലെ തന്നെ പുളി ലേഹ്യം, അങ്ങനെ കുറച്ച് ആയുർവേദ മരുന്നുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ കഴിച്ചിരുന്നുണ്ടോ. അല്ലാതെ എക്സ്ട്രാ ആയിട്ടുള്ള അരിഷ്ടം അങ്ങനെയുള്ളതൊക്കെ കഴിച്ചിരുന്നു. അല്ലാതെ ഞാൻ എന്താണ് ഒരുപാട് ഫുഡുകളുണ്ട് അത്ര ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു ഫുഡും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാൻ അങ്ങനെ യാതൊരു ഫുഡും, അതായത് മട്ടൻ്റെ സൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. മട്ടൻ ഞാൻ കഴിക്കാത്തത് കൊണ്ട് ഞാനത് കഴിച്ചിട്ടില്ല. ഈവൻ ചിക്കൻ ആണെങ്കിൽ പോലും ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് അത് കഴിച്ചിരുന്നത്. വളരെ റെയറായിട്ട് മാത്രമാണ് ചിക്കനൊക്കെ യൂസ് ചെയ്തിരുന്നുള്ളൂ. ഒരു എന്താ പറയുക, ഒരു 4 months വരെ ചിക്കനൊക്കെ വളരെ കുറവാണ് കഴിച്ചിരുന്നത്. മെയിനായിട്ട് നമ്മൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ആയുർവേദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്തിരുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സ്റ്റിച്ചസ് ഉണങ്ങാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് സാൾട്ട് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. സാൾട്ട് വാട്ടറിൽ അത് എത്ര നേരം നമ്മൾ ഉപയോഗിക്കുന്നതോ അത്രയും പെട്ടെന്ന് സ്റ്റിച്ചസ് ഉണങ്ങുമെന്നാണ് പറയുക. അതുപോലെ തന്നെ ബെറ്റാഡിൻ എന്നുള്ള ഓയിൽമെൻ്റ് ആണ് നമ്മൾ സ്റ്റിച്ചിൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അതുപോലെ തന്നെ സ്റ്റിച്ച് പൊട്ടുന്ന സാധ്യതകളിലൊന്നും, അതായത് അങ്ങനെയുള്ള രീതിയിലൊന്നും ഇരിക്കാതിരിക്കുക, നമ്മൾ കറക്റ്റായിട്ട് അത് ഇരിക്കുക. അപ്പോൾ അതൊരു 7 days ഒക്കെ മതി തോന്നുന്നു പൂർണ്ണമായിട്ട് സ്റ്റിച്ചസ് ഒക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ശരിക്കും പറഞ്ഞാലൊരു ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് 20ൻ്റെ അന്നാണ് നമ്മൾ എല്ലാ സ്റ്റിച്ചും കാര്യങ്ങളും ഒക്കെ ഓക്കെ അല്ലെന്നൊക്കെ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ശ്രദ്ധിക്കുക. സ്റ്റിച്ചിൻ്റെ കാര്യത്തിലും ഒക്കെ ഉണങ്ങുന്നതും അത് അത്രയും ദിവസം നമ്മൾ എന്ത് ചെയ്യുക, സാൾട്ട് വാട്ടർ യൂസ് ചെയ്യലും ഈ ഓയിൽമെൻറ്റ് യൂസ് ചെയ്യലും ഒക്കെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് മരുന്നുകൾ തരുമ്പോൾ നമ്മളത് കഴിക്കുക. അതിൽ നമ്മൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നോർമൽ ആവാൻ വേണ്ടിയിട്ടാണ് അവർ മരുന്നുകൾ തരുന്നത്. പല ആളുകൾക്കും മരുന്ന് കഴിക്കാൻ ഭയങ്കര വിമിഷ്ടമാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു വിമിഷ്ടത്തോട് കൂടിയിട്ട് അതിനെ മാറ്റി നിർത്തരുത്. നിർബന്ധമായിട്ടും ഡോക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുക. ആഫ്റ്റർ ഡെലിവറി പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആയുർവേദം, ഞാൻ പറഞ്ഞല്ലോ ആയുർവേദ മെഡിസിൻസ് കഴിച്ചിരുന്നു. മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ലേഹ്യങ്ങൾ, അരിഷ്ടങ്ങൾ മാത്രം കഴിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഫുഡ് എന്ന് പറയുന്നത് ഞാൻ ഫോളോ ചെയ്തിരുന്നത് നോർമൽ ഭക്ഷണങ്ങളാണ്. അതായത് ഞാൻ ഡെലിവറി
അല്ല, നമ്മുടെ ഒരു സാധാരണ ലൈഫിൽ നമ്മൾ എന്തൊക്കെ ഫുഡാണോ കഴിക്കുക ആ ഒരു ഫുഡൊക്കെ തന്നെയാണ് മെയിനായിട്ട് കഴിച്ചിരുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ അതിൽ ഇടനേരം നമ്മളിപ്പോൾ അഡീഷണൽ ആയിട്ട് കഴിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ക്വാണ്ടിറ്റി ചോറ് കഴിക്കുമ്പോൾ അതിന് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കഴിക്കുക. അപ്പോൾ അങ്ങനെ മരുന്ന് കഞ്ഞി അങ്ങനത്തെ സംഭവങ്ങളില്ല. അപ്പോൾ അതൊക്കെ കഴിച്ചിരുന്നു. പക്ഷെ അതിൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അരി ഭക്ഷണം മാക്സിമം കുറച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ ബോഡി കെയറിൽ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് എന്താ പറയുക, എനിക്ക് തോന്നിയ കാര്യം നല്ല ഫ്രഷ് ആവുന്ന ഒരു പീരീഡാണ് കേട്ടോ ആഫ്റ്റർ ഡെലിവറി. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുളി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതായൊരു 3 മാസത്തിൽ നമ്മുടെ സ്കിൻ ടോൺ നന്നായി ചേഞ്ച് ആവും. ഒന്നുകൂടി നല്ല ഫ്രഷ് ആയ സ്കിന്നായി, നല്ല ബ്ലഷ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതായത് അത് ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തേക്കൊന്നും പോകുന്നില്ല, ടാൻ അടിക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ആയിരിക്കാം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവും ഈ ഒരു ഡെലിവറിക്ക് ശേഷം. അപ്പോൾ അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയധികം, അതിന് ഞാൻ പ്രത്യേക കെയറൊന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, നമ്മൾ ഫുഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞളും എണ്ണയൊക്കെ തേച്ച് കുളിക്കുമല്ലോ, അതൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ചുടുവെള്ളത്തിലുള്ള കുളി, എല്ലാവരും ചുടുവെള്ളത്തിൽ കുളിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി നല്ല റിലാക്സ്ഡ് ആയിരിക്കും. അത് നല്ല ഹെവി അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ അല്ല, നമുക്ക് പാകത്തിന് ഒരു എന്താ പറയുക, കുളിക്കാനൊക്കെ സുഖമുള്ള ഒരു ചൂടിൽ വെള്ളത്തിൽ കുളിക്കുന്നത് സുഖമായിരിക്കും. അത് എല്ലാവരും എന്താണ് തിളച്ച വെള്ളം കൊണ്ട് കുളിക്കുകയല്ല, അല്ലാതെ കുളിക്കുന്നത് നിങ്ങൾക്ക് നല്ല സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമ്മൾ തലയിൽ നന്നായിട്ട് നെറുകിലൊക്കെ എണ്ണ ഇട്ടിട്ട് കുളിക്കുന്ന ഒരു സംഭവമുണ്ട്. നെറുകിലൊക്കെ എണ്ണയൊക്കെ ഇട്ടിട്ട് ഇഷ്ടംപോലെ എണ്ണയൊക്കെ ഇട്ടിട്ട് കുളിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിനുള്ളത് യൂസ് ചെയ്താൽ മതി, അല്ലാതെ ഹെവി കുറേ എണ്ണ എടുത്തിട്ട് തലയിൽ തേച്ച് അത് ആണെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകി കളയാത്ത രീതിയിൽ അങ്ങനെയൊന്നും ഉപയോഗിക്കണമെന്ന് ഇല്ല. ഞാനത് ചെയ്തിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരുന്നു, അപ്പോൾ അതേപോലെ നിങ്ങൾ ആരുടെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഒരുപാട് എണ്ണയും ഇതൊക്കെ ആകുമ്പോൾ അത് നമ്മൾക്കും തന്നെ നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ ഭയങ്കര ചൂടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല. നമ്മൾ ബോഡിയിലാണെങ്കിൽ പോലും എണ്ണ തേച്ച് കഴിഞ്ഞാൽ അത് നന്നായി വാഷ് ചെയ്ത് കളയണം. ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങളിൽ ഉറക്കം പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല. നമ്മൾ മെൻ്റലി നമ്മൾ വില്ലിങ് ആവുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. എനിക്ക് ഉറങ്ങാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല, വിചാരിച്ച സമയത്ത് പറ്റണമെന്നില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കറക്റ്റ് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ മോൻ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ സമയത്താണ് എൻ്റെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ അവൻ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചിലപ്പോൾ ആ നേരത്തെ കിടന്ന് ഉറങ്ങിയിരിക്കും. കാരണം രാത്രി ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുക. അതുകൊണ്ട് തന്നെ രാവിലെ അവൻ കറക്റ്റ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എണീക്കും. ആ 7 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കിടന്നുറങ്ങും. ഞാൻ ആ സമയത്ത് കിടന്നുറങ്ങും. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ പറയുക, എൻ്റെ ബാക്കിയുള്ള കാര്യം പുളി അത് അങ്ങനെ പറഞ്ഞാൽ ഞാൻ പോകില്ല. ഞാൻ ആ നേരത്തെ എനിക്ക് കിടന്നുറങ്ങാൻ, ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ലെങ്കിലും ഞാൻ കിടന്നുറങ്ങും എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ ഉറങ്ങുന്ന സമയത്താണ് അമ്മമാർക്ക് കിടന്ന് ഉറങ്ങാൻ നല്ലത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പറ്റിയ ഉറക്കം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഉറങ്ങും. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താണ് വീട്ടുകാരിപ്പോൾ കുറേ വീട്ടിൽ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്, നമുക്ക് ഉറക്കമൊന്നും പ്രശ്നമാവില്ല. കാരണം കുട്ടീനെ എടുക്കാനൊക്കെ ആളുകളുണ്ടാവും. ഒറ്റയ്ക്കുള്ള ആളുകളൊക്കെ ആണെങ്കിലാണ് ഈ ഒരു പ്രശ്നം, ഉറക്കത്തിൻ്റെയൊക്കെ പ്രശ്നം വരിക. കുട്ടീനെ മാറിയെടുക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്ത് കുട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് കുട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ആ നേരത്ത് നമ്മളും ഉറങ്ങുക. പിന്നെ വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, കുട്ടിയുടെ തുണി കഴുകാനുണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ അത് ചെയ്യാൻ പോകരുത്. അപ്പോൾ അത് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ കുട്ടി എണീറ്റിട്ടുണ്ടാവും. നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങുക. പിന്നെ ഇതൊക്കെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നടക്കണില്ലല്ലോ എന്നുള്ള ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കഴിഞ്ഞാലും നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ആ ഒരു രീതിയിൽ മാറി നമ്മുടെ ഒരു നോർമൽ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ നമ്മളൊരു ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരുമ്പോൾ
നമുക്ക് കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല ബാക്ക് ടു നോർമൽ വരുന്നത്, നമ്മുടെ കയ്യിലൊരു കുട്ടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും പഴയതുപോലെ അതേ പെർഫെക്ഷനിൽ അതേ ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ മെൻ്റലി എന്താണ്, നമ്മളൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ഇന്ന സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് നന്നായിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കലും കുട്ടിയുടെ അടുത്ത് നമുക്ക് ദേഷ്യം തോന്നാൻ പാടില്ല. അത് കാരണമാണല്ലോ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്നൊരു ദേഷ്യം നമുക്ക് ഉള്ളിൽ പാടില്ല. ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ചിലർക്ക് ജോലി അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകാൻ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ചിലർക്ക് അതൊന്നും പറ്റണമെന്നില്ല. അത് ആ ഒരു സാഹചര്യത്തിൻ്റെയാണ്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കുട്ടീനെ കെയർ ചെയ്യാനുള്ള ആളുകൾ വേണം, കെയർ ചെയ്യാൻ നമുക്ക് വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ വേറെ ആളെ ആക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ജോലിക്ക് പോകാം. അതല്ലാതെ അതിനൊന്നും പറ്റാത്ത ആളുകൾക്ക് ജോലി വേണ്ട വെക്കേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിക്കുക, അല്ലാതെ അവിടെ വേറെ ഓപ്ഷൻ നമുക്കില്ലല്ലോ. പിന്നെ വേണമെങ്കിൽ പറയാം, അവിടെ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. പുരുഷന്മാർക്ക് ഇതൊന്നും ബാധ്യതയില്ല, അവർ ജോലിക്ക് പോവും, നമ്മുടെ ജോലിയും കളഞ്ഞ് വീട്ടിലിരിക്കേണ്ടി വരുന്നുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ധാരണയിലെത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവർ തീരുമാനിക്കേണ്ടതാണ് എങ്ങനെ പോകാൻ പറ്റുമോ, എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോകാൻ പറ്റും എന്നുള്ളത്. അത് അവർക്കിടയിൽ നടക്കേണ്ട ഒരു ചർച്ചയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ജോലി ചെയ്തിരുന്നു, പക്ഷെ ഞാൻ 5 months അവരെ ജോലിക്ക് പോയിരുന്നു. പിന്നെ ഞാനിപ്പോൾ മോനായപ്പോൾ ഞാൻ പോകുന്നില്ല. അത് സാഹചര്യം അത് ആയതുകൊണ്ടുകൂടിയാണ് കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടം എന്താണ്, ഈ ഒരു പീരീഡിൽ, അതായത് ഒരു 2 years കുട്ടീനെ ഞാൻ തന്നെ കെയർ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഞാനിപ്പോൾ ജോലിക്കൊന്നും പോകാത്തത്. അല്ലാതെ എന്താ പറയുക, നോക്കാൻ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നോക്കാൻ ആളുണ്ടെന്ന് പറയാം, അമ്മയാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളുടെ ഒരു മെൻ്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ വരാത്തത് കാരണമാണ് ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തത്. എനിക്കൊരു 2 വർഷം എൻ്റെ കരിയറിന് എനിക്ക് പോയാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് എന്താണ്, നമുക്കൊരു ജോലി അത് കഴിഞ്ഞാലും നമുക്ക് നോക്കാമല്ലോ, അല്ലെങ്കിൽ എന്താണ് എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടും, അങ്ങനത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് എപ്പോഴും ഞാൻ ചിന്തിക്കാറ് കേട്ടോ. ദെൻ ആഫ്റ്റർ ഡെലിവറി അമ്മമാർ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിരിക്കുന്നതോ അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം മെൻ്റലി സ്ട്രോങ് ആയിരിക്കുന്നോ ആ ഒരു അനുസരിച്ചിട്ടാണ് നമ്മുടെ ക്യൂറിങ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നിന്ന് വേഗം നോർമൽ സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളെല്ലാത്തിനെയും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയിൽ വേണം അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത ആളുകൾ പല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ചിലപ്പോൾ നമ്മളുടെ ഭംഗിനെ പറ്റിയിട്ടോ നമ്മുടെ കുട്ടീനെ പറ്റിയിട്ടോ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും റിയാക്ട് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റമിൻസും അതുപോലെ തന്നെ കാൽസ്യം, ഫോളിക് ആസിഡ്, ടാബ്ലറ്റ്സ് ഒക്കെ തരും. അതൊരു 3 months കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നിർബന്ധമായിട്ടും കഴിക്കേണ്ട ശരിക്കും. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ്റെ കെയറിനെ പറ്റിയിട്ട് എനിക്ക് അത്ര അറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കാത്തത്. എൻ്റെ 2 ഡെലിവറി നോർമലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിസേറിയൻ കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ റെസ്റ്റ് ആവശ്യമാണ്. അത് ഡോക്ടേഴ്സ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് സ്റ്റിച്ചുകളുടെ എണ്ണം കൂടുതലായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ പെയിനും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഡോക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഫുഡുകൾ കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞാൽ അത് പണ്ടത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. നമ്മൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. നമുക്ക് ഫുഡൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാൻ കിട്ടുന്ന ഒരു ഇതിലാണ്. അതുപോലെ തന്നെ ഒരു ആടിനെയൊക്കെ ഒന്നാകെ കഴിക്കണം എന്നുള്ള ഒരു സിസ്റ്റമൊക്കെയാണ്. അതായത് ആട്ടിൻ സൂപ്പായിട്ട് അങ്ങനെ എന്തൊക്കെയോ കഴിക്കുന്നു. ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ മട്ടൺ കഴിക്കില്ല, അത് കാരണം ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ചിക്കൻ കഴിക്കുന്ന ആളാണ്. പക്ഷേ ചിക്കൻ പോലും ഞാൻ ഒരു 4 months ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയതെന്നെ പറയാം. വളരെ റെയറായിട്ട് മാത്രമേ ചിക്കൻ കഴിച്ചിരുന്നുള്ളൂ. ഒരു 1-2 തവണയൊക്കെ ഞാൻ ഒരു 3-4 മാസം പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 4 മാസം ഞാൻ ഒരു 1-2 തവണയൊക്കെ അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ ജങ്ക് ഫുഡ്സ് നിങ്ങൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് ഒഴിവാക്കുക കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുക,
വേറെ ഫർദർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാർ കഴിക്കുന്ന ഫുഡാണ് കുട്ടികൾക്ക് എത്തുന്നത്. അപ്പോൾ അമ്മമാർ ആ നല്ല രീതിയിലുള്ള ഫുഡായിരിക്കണം എപ്പോഴും കഴിക്കുന്നത്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ പാല് കുടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുടിച്ചിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നിയിട്ടില്ല അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. മുട്ട കഴിക്കാം, അതുപോലെ തന്നെ എന്താ പറയുക, സലാഡ്സ് കഴിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മൾ ജങ്ക് ഫുഡ്സ് ഞാൻ ഒട്ടും കഴിച്ചിരുന്നില്ല. പിസ്സ, ബർഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിച്ചിരുന്നില്ല. പൊതുവേ എനിക്കങ്ങനെ വലിയ ഒരു ക്രേസ് ഇല്ല. പിന്നെ ഞാനത് മാക്സിമം ഒഴിവാക്കി നിർത്തിയിരുന്നു. അപ്പോൾ നമുക്ക് എന്താണോ നല്ല ഫുഡ് അത് നന്നായി കഴിക്കാം. ചെറുപയർ, കടല അങ്ങനെയുള്ള ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള അതും അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടിക്കും അത് നല്ലതാണ്. പിന്നെ നന്നായിട്ട് ഫീഡ് ചെയ്താൽ തന്നെ കുട്ടികൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ആഫ്റ്റർ ഡെലിവറി ഉള്ള കെയറിങ് എന്ന് പറയുന്നത്. ഞാൻ കെയർ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ സ്റ്റിച്ച് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞ മെഡിസിൻസും അതുപോലെ തന്നെ സാൾട്ട് വാട്ടറും, അതിൻ്റെ കൂടുതലൊന്നും വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അത് അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് 20 days ആണ് അത് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു 20ൻ്റെ അന്നാണ് അവർ കാണിക്കാൻ പറയുന്നത് ഡോക്ടേഴ്സ്. അപ്പോൾ അതുവരെ നമ്മളത് യൂസ് ചെയ്തിരുന്നു പ്രോപ്പറായിട്ട്, മുറിവുണങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്റ്റിച്ച് വലിയാതിരിക്കാനൊക്കെ പ്രത്യേകം നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വയറ് മുറുക്കി കെട്ടുന്നതിനെ പറ്റിയിട്ടൊരു ഇതുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് വയറിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അത് കെട്ടുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് എപ്പോഴും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് ഭയങ്കര ബെല്ലീസ് ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പോൾ അത് നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് വയറ് മുറുക്കി കെട്ടുന്നത്, അതായത് നമുക്ക് ശ്വാസം കിട്ടാത്ത രീതിയിലൊന്നും മുറുക്കി കെട്ടേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഇത് ഫിക്സ് ആയിട്ട് ഇരിക്കുക എന്നുള്ള രീതിയിൽ അത് നമ്മൾ മുറുക്കി കെട്ടുക. ഇപ്പോൾ ഇന്നൊക്കെ ബെൽറ്റുകൾ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം ഞാൻ. അപ്പോൾ പിന്നെ നമുക്കൊരു കംഫർട്ടാണ്. നമ്മൾ ആ സമയത്ത് നമുക്കത് ചിലർക്കത് കെട്ടിക്കിടക്കുമ്പോൾ സുഖമായിട്ട് കിടക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാനതൊരു ചിലപ്പോഴൊക്കെ കെട്ടിയിരുന്നു, ചിലപ്പോൾ അതങ്ങനെ നമ്മുടെ ഒരു കംഫർട്ടിനനുസരിച്ചിട്ടാണ് അത് യൂസ് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ബെല്ലീസൊക്കെ എന്തായാലും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ബെല്ലീസ് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എക്സസൈസസ്, യോഗ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ വയറ് നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ ഫാറ്റ്, അതായത് ഒരുപാട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്യാം. ചിലർക്ക് നന്നായിട്ട് എന്താ പറയുക, വറുത്തതും പൊരിച്ചതും അതുപോലെ തന്നെ അരിഭക്ഷണമൊക്കെ കഴിച്ചാൽ തൃപ്തിയാവും എന്നുള്ളവരുണ്ട്. അവർക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എക്സസൈസ് ചെയ്താലാണ് നമ്മുടെ ബെല്ലീസ് കുറച്ചും കൂടി ഒതുങ്ങി നിൽക്കുക. അപ്പോൾ യോഗയാണെങ്കിലും അല്ലാതെ ജിമ്മാണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. നമുക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ അത് നമ്മൾ ചെയ്യാം. അതിൽ എന്താ പറയുക, ഈ സിസേറിയൻ ചെയ്തവർക്ക് എന്താ പറയുക എക്സസൈസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും തോന്നുന്നു. അതൊക്കെ അവർ നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ അമ്മമാർ കുറേ ഹെയർ കെയറും സ്കിൻ കെയറൊക്കെ ചെയ്തിരുന്ന ആളുകൾ, അതായത് അവർ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യും. അതായത് മോയ്സ്ചറൈസർ, അതുപോലെ സൺസ്ക്രീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്, ഐലൈനർ, ഐഷാഡോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ മാക്സിമം യൂസ് കുറയ്ക്കുക കേട്ടോ. കുറയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ കുട്ടീനെ എപ്പോഴും ഉമ്മ വയ്ക്കുകയും അതുപോലെ എടുക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അവർക്ക് അത് അവരുടെ മേത്താവാനും ഒക്കെ സാധ്യത കൂടുതലല്ലേ. അപ്പോൾ നമ്മളത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. ലിപ്സ്റ്റിക്കും നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാം. അല്ലാതെ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ലതാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തിരുന്നില്ല. കാരണം എനിക്ക് ഒന്നാമത് മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തിരുന്നില്ല. നമ്മളിപ്പോൾ കുട്ടീനെ എപ്പോഴും എടുക്കുന്നതാണ്. അതുപോലെ നമ്മളുടെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അത് അവരുടെ മേത്താവാനും ഒക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ യൂസ് ചെയ്തിരുന്നില്ല. ഞാൻ മോയ്സ്ചറൈസറിന് പകരം നമ്മൾ കുളിക്കുമ്പോൾ ഓയിൽ ബാത്താണ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അത് പോയിരുന്നത്. പിന്നെ പുറത്തോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ലൈറ്റായിട്ട് ലിപ്സ്റ്റിക്ക് അത് യൂസ് ചെയ്യും. അല്ലാതെ ഫൗണ്ടേഷനോ അല്ലാതെ എന്താ പറയുക സൺസ്ക്രീനോ ഒന്നും യൂസ് ചെയ്തിരുന്നില്ല കേട്ടോ.
പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികൾ ചെറുതാവുമ്പോൾ നമ്മളത് മാക്സിമം ഒന്ന് കുട്ടികളിൽ നിന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും, അവർക്ക് നല്ലതാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കുട്ടികളുള്ള അമ്മമാർ യൂസ് ചെയ്യുന്ന ടൈപ്പ് സൺസ്ക്രീനും ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യും. അതെനിക്കറിയില്ല, അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി പറയാനറിയില്ല, ഞാൻ യൂസ് ചെയ്തിരുന്നില്ല. അല്ലാത്ത സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ബോഡി എപ്പോഴും മോയ്സ്ചറായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മൾ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത് തന്നെയാണ്. എനിക്ക് എപ്പോഴും എഫക്റ്റീവായിട്ട് അതാണ് തോന്നിയിട്ടുള്ളത്. ഡെലിവറിക്ക് ശേഷം നമ്മുടെ ഹെയർ കെയറിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്തതാണ്. കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ 2-3-4 തവണ കട്ട് ചെയ്തു. അതായത് എൻ്റെ മുടി കുറച്ച് പെട്ടെന്ന് ലെങ്ത് വെക്കുന്ന ടൈപ്പാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല നീളം വെച്ചിട്ടുണ്ടായിരുന്നു മുടി. അപ്പോൾ മുടി നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് തിക്നെസ് ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് നല്ല ഉലുവയും അതുപോലെ ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുന്നതല്ലേ, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം കേട്ടോ, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഒക്കെ ആയിരിക്കാം നമ്മളുടെ ഹെയർ നന്നായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കട്ട് ചെയ്താണ്. എനിക്ക് ഞാൻ എന്താ പറയുക, കെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതൊന്നുമില്ല, ഞാൻ എണ്ണ തേക്കും, അത് കഴുകി കളയും, അത്ര തന്നെ. പിന്നെ തലയിൽ ഒരുപാട് എണ്ണയൊന്നും ഇട്ട് കുളിക്കൊന്നുമില്ല, ജസ്റ്റ് എണ്ണയൊക്കെ തേച്ച് കുളിക്കും. ചിലപ്പോൾ നന്നായിട്ട് എണ്ണ ഇടുന്ന ദിവസങ്ങളാണെങ്കിൽ അത് എന്തായാലും ഷാമ്പു വാഷ് ചെയ്തിരിക്കും. ആഫ്റ്റർ ഡെലിവറി എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ബോഡിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആയുർവേദ മരുന്നായിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, അതുപോലെ നമ്മളുടെ രീതികളൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ നമ്മളുടെ ലൈഫിൽ കുറേ എന്താ പറയുക ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹെയർ കെയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് നല്ല തിക്കായിരുന്നു, നല്ല ലെങ്ത് വെച്ചു. അപ്പോൾ അതിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക ആ സമയത്ത് നമ്മൾ കഴിച്ച ഫുഡ് തന്നെയാണ്. ജങ്ക് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഈവൻ ചിക്കൻ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു റെയറായിട്ട് 1-2 തവണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതുപോലെ ഉലുവ, ആയുർവേദ മരുന്നുകൾ അതൊക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് നമുക്ക് വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളുടെ നെക്ക്, അതായത് ബെൻഡ് ചെയ്തിട്ട് അങ്ങോട്ടും കൂടെ കാക്കുക. അതുപോലെ തന്നെ ഷോൾഡേഴ്സിനൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒന്നും കയ്യിനൊന്നും കാര്യമായിട്ട് എക്സസൈസ് ഇല്ലാത്ത കാരണം ഈ ഒരു ഭാഗത്ത് നല്ല വേദന ഉണ്ടായിരുന്നു. ജസ്റ്റ് അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തൊക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫേസ് യോഗാസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ആ സമയത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ആഫ്റ്റർ ഡെലിവറി നമുക്ക് ഇങ്ങനെയുള്ള ചികിത്സകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതൊക്കെ നല്ലതല്ല, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ആയത് കാരണം തന്നെ അതിന് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അതും പോവാം. അല്ലാത്തവർ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും ബോഡിക്ക് നമുക്കൊരു മസാജും ഒരു എണ്ണ തേച്ച് കുളിയൊക്കെ വരുമ്പോൾ ഒരു റിഫ്രഷിങ് ഫീലാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പ്രോപ്പർ ഫുഡ്, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് ബാക്ക് ടു നോർമൽ ഒരു ലൈഫിൽ, നമ്മുടെ പഴയ ലൈഫിലേക്ക് തിരിച്ചു വരാം. പിന്നെ ഓരോരുത്തരുടെയും ബോഡി വ്യത്യസ്തമാണ്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഓരോരുത്തർക്കും ടൈം എടുക്കും. ചിലർക്ക് അതൊക്കെ ബാക്ക് ടു നോർമലാണ്. നല്ല വണ്ണം കൂടിയ ആളുകൾ, നല്ല മെലിഞ്ഞ ആളുകൾ, പിന്നെ ചില ആളുകൾക്ക് മുന്നേ PCOD, PCOS പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇതിനനുസരിച്ചിട്ടാണ്. എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് ശേഷം എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ദൈവം സഹായിച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇതിൽ ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല, ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും അമ്മമാർ നിർബന്ധമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. അത്രയും അത് തന്നെ മതി നമ്മളുടെ ലൈഫ് ഹാപ്പി ആയിരിക്കാനും നമുക്ക് എല്ലാ കാര്യങ്ങളും ഓവർകം ചെയ്യാനും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എൻ്റെ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, സീ യു.